ഈ സാധനങ്ങളുടെ വില ഇങ്ങനെ കുത്തനെ മേലോട്ട് കയറിപ്പോയാൽ ഈ നാട്ടിൽ സാധാരണക്കാരെങ്ങനെ ജീവിക്കും? അതിന് സാധാരണക്കാരൊക്കെ ജീവിക്കണമെന്ന് ആര് പറഞ്ഞു? കള്ളനോട്ട്, കൊലപാതകം, വ്യഭിചാരം, ചാരായംപാറ്റ്, രാഷ്ട്രീയം തുടങ്ങിയ സാംസ്കാരിക മേഖലയിൽ വിരാജിക്കുന്ന മാന്യന്മാരുടെ ഇടയ്ക്ക് നമ്മളെ പോലുള്ള ഉണക്ക സാധാരണക്കാർ എന്തിനായിരിക്കും കയറുന്നത്? നല്ല നാടൻ നേന്ത്രപ്പഴം. ആ കൊലയിന് വാങ്ങിച്ചാലും പഴംപൊരി ഉണ്ടാക്കാൻ അത് വേണ്ട, പഴം റോസ്റ്റ് അതും വേണ്ട. എന്നാ പിന്നെ വെറുതെ പുഴുങ്ങി തിന്നാം. അതൊക്കെ ചീപ്പാണ് സുശീല. ഞാനൊരു ഉഗ്രം പ്രിപ്പറേഷൻ പറഞ്ഞു. നേന്ത്രക്കായ എടുത്ത് ചെറുതായിട്ട് നുറുക്കുക. എങ്ങനെ തൊലിയോടെ? തൊലി കളഞ്ഞേക്ക്. എന്നിട്ട് 1 കിലോ നെയ്യ്, 2 കിലോ ശർക്കര, ഏലം, ചുക്ക്, ഗ്രാമ്പ് ഇവ സമാക്കും. എന്നിട്ട് വേവിച്ച് നല്ലതുപോലെ വരട്ടിയെടുക്കുക. തേങ്ങാപ്പാലെടുത്ത് ഒഴിച്ച് തിളപ്പിച്ച് വരട്ടി വാറ്റിയെടുക്കുക. നേന്ത്രപ്പഴം പ്രഥമൻ. എന്നിട്ട് വായ്മൂടി കെട്ടിയ ഒരു കുടത്തിലെടുത്ത് നിന്റെ നിറുകം തലയെ തല്ലി പൊട്ടിക്കാം. എടാ, ഒരു സാമ്പാറിനുള്ള കൂട്ടങ്ങൾ എങ്ങനെ വാങ്ങിക്കുന്നോർത്ത് പാടുപെടുമ്പോഴാണ് അവന്റെ പ്രമദനും വായ്മൂടി കെട്ടിയ കൊടവും. വെറുതെ മനുഷ്യനെ പറഞ്ഞു കൊൽപ്പിക്കല ഹരിചന്ദ്ര.